സന്ദർശക വിസയിലുള്ള ഒരാൾക്ക്, വിസിറ്റ് വിസയിലുള്ള ഒരാൾക്ക് UAE കമ്പനികളിൽ ജോലി നൽകുക, അവരെ പരമാവധി ചൂഷണം ചെയ്യുക, അവർക്ക് പെർമനൻ്റ് ജോബ് വാഗ്ദാനം ചെയ്ത് അത് നൽകാതിരിക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വളരെ കർശനമായി നിയമവ്യവസ്ഥകൾ പ്രകാരം വിലക്കിയിട്ടുള്ള രാജ്യമാണ് UAE. പലപ്പോഴും തൊഴിലാളികൾ വലിയ രീതിയിലുള്ള ചൂഷണങ്ങൾക്കിരയാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇത് വഴിവെക്കാറുണ്ട്. അതുകൊണ്ടാണ് UAE കർശനമായ ഭാഷയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിലക്കിയിരിക്കുന്നത്. 50,000 ദിർഹം മുതൽ 2 ലക്ഷം ദിർഹം വരെ നിലവിൽ ഫൈനുകൾ ഈടാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള അനധികൃത പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, പിടിക്കപ്പെട്ടാൽ. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം ഒന്നുകൂടി ഉറപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെയുള്ള കേസുകളിൽ ഫൈനുകൾ ഇരട്ടിയാക്കിയിരിക്കുകയാണ്, വലിയ രീതിയിൽ കൂട്ടിയിരിക്കുകയാണ് UAE ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച പുതിയ ലേബർ ലോയുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റുകൾ വരുത്തിയപ്പോൾ ഫൈനുകൾ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട്. 1 ലക്ഷം ദിർഹം മുതൽ 10 ലക്ഷം ദിർഹം വരെയാണ് വിസിറ്റ് വിസയിലുള്ള ഒരാളെ കൊണ്ട് കമ്പനിയിൽ ജോലി എടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫൈനുകളെന്ന് പുതിയ ലേബർ ലോ അമെൻമെൻറ്റുകൾ പറയുന്നു. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ UAE കൊണ്ടുവരുന്നത്. ഒരു കാരണവശാലും സന്ദർശക വിസയിലുള്ള ഒരാൾക്ക് വിസ സ്റ്റാറ്റസ് മാറാതെ കമ്പനികളിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കരുത് എന്നുള്ളൊരു കാര്യം UAE ലേബർ ലോ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഡെലിവറി ഡ്രൈവർമാരുമായി ബന്ധപ്പെട്ട് അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നടപടികളും നിയമപരമായിട്ടുള്ള വ്യവസ്ഥകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ദുബായിൽ. ഇപ്പോൾ ഡെലിവറി ഡ്രൈവർമാർക്കായി ഈ കടുത്ത ചൂടുള്ള സമയത്ത് അവർക്ക് വിശ്രമിക്കാനായി ഇടങ്ങൾ ഒരുക്കുകയാണ് ദുബായിൽ. 40ഓളം AC വിശ്രമ കേന്ദ്രങ്ങളാണ് ദുബായിയുടെ വിവിധ ഭാഗങ്ങളിലായി സജ്ജീകരിക്കുന്നത് ഡെലിവറി ഡ്രൈവർമാർക്ക് മാത്രമായി. അതിൻ്റെ ആദ്യഘട്ടമായി 20ഓളം കേന്ദ്രങ്ങൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അൽബർഷയിലും ജുമൈറയിലും ഹെസ സ്ട്രീറ്റിലും സുഖീമിലും അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിലായി. ഓരോ കേന്ദ്രങ്ങളിലും 10 പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടം, കുടിവെള്ളവും ലഘുഭക്ഷണമൊക്കെ കിട്ടുന്ന വെൻഡിംഗ് മെഷീനുകൾ, മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ, ബൈക്കുകൾ പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക സ്ഥലം, അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ടാണ് ഡെലിവറി ഡ്രൈവർമാർക്കായി വിശ്രമ കേന്ദ്രം ദുബായിൽ ഒരുങ്ങുന്നത്. അതിൻ്റെ ആദ്യഘട്ടം 20 എണ്ണങ്ങളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ഏറ്റവും ഫ്രണ്ട്ലിയായി ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ സേവനം നിർവഹിക്കുകയും ചെയ്യുന്ന പോലീസ് സംവിധാനങ്ങളിലൊന്ന് ദുബായുടേതാണെന്ന് നിസ്സംശയം ആളുകൾക്ക് പറയാൻ പറ്റും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരികൾക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ദുബായ് പോലീസിൻ്റെ ഇടപെടലും അവരുടെ സൗഹാർദ്ദപരമായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ അനുഭവ കഥകളൊക്കെ പറയാനും ഉണ്ടാവും. സന്ദർശക വിസയിൽ ഇവിടെ എത്തുന്ന ഒരാൾക്ക്, സഞ്ചാരികൾക്ക് ദുബായ് പോലീസിനെ വളരെ എളുപ്പത്തിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള വിവിധ മാർഗങ്ങൾ നിലവിലുണ്ട്. ഈ 2024 ആദ്യ 6 മാസങ്ങളിലായി 3500-ലധികം എൻക്വയറീസും ഇടപെടലും ഒക്കെയാണ് സന്ദർശക വിസയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയ ആളുകൾക്കായി ദുബായ് പോലീസ് നൽകിയതെന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നുണ്ട്. സന്ദർശക വിസയിൽ ഇവിടെ എത്തുന്ന ഒരാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ദുബായ് പോലീസിനെ വളരെ അനായാസം കോൺടാക്റ്റ് ചെയ്യാൻ നിരവധിയായിട്ടുള്ള മാർഗങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന്, ദുബായ് പോലീസിൻ്റെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാം. 2, ദുബായ് പോലീസിൻ്റെ സ്മാർട്ട് ആപ്പിൽ ടൂറിസ്റ്റ് പോലീസ് സേവനമുണ്ട്. ടൂറിസ്റ്റ് പോലീസ് സർവീസിലൂടെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. 901 എന്ന കോൾ സെൻറ്റർ സംവിധാനത്തിലൂടെ അവരെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇമെയിലിലൂടെ കോൺടാക്റ്റ് ചെയ്യാം. സ്മാർട്ട് പോലീസ് സ്റ്റേഷനുകളുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സർവീസ് കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ നിരവധിയായിട്ടുള്ള മാർഗങ്ങളിലൂടെ വളരെ അനായാസം ദുബായ് പോലീസിലേക്ക് എത്തപ്പെടാം. നമുക്ക് സഹായ അഭ്യർത്ഥന നടത്തുകയൊക്കെ ചെയ്യാം. ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും സൗഹാർദ്ദപരമായിട്ടുള്ള ഇടപെടലും ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള സർവീസും ദുബായ് പോലീസ് വാഗ്ദാനം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ്. ലോകത്തിലെ വിനോദസഞ്ചാരികളെ ഏറ്റവും കാര്യക്ഷമമായി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു എൻറ്റയർ സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ ദുബായ് പോലീസിന് എങ്ങനെയാണ് മാറി നിൽക്കാൻ പറ്റുക? ഏറ്റവും കാര്യക്ഷമമായിട്ടാണ് ദുബായ് പോലീസ് സന്ദർശകരോട് സംവദിക്കുന്നത്, അവർക്ക് വേണ്ടി ഇടപെടൽ നടത്തുന്നതെന്നാണ് ദുബായ് പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്.